നമ്മൾ ഈ ഗ്രൂപ്പ് ശരിക്കും 2008 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ NDCA അവരുടെ ഒരു പ്രോട്ടോകോൾ പ്രകാരം ഫോമായിട്ടുള്ളൊരു ഗ്രൂപ്പാണ് ശരിക്കും. അത് 2017 നമുക്ക് പെരിയാർ ടൈഗർ റിസർവിൽ ഈ ഗ്രൂപ്പ് ഫോം ആവുന്നത്. ആ സമയത്ത് നമുക്ക് സത്യമംഗലം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ടീമാണ് നമുക്ക് ട്രെയിനിങ് തന്നത്. ശരിക്കും നമ്മൾ ഈ പെരിയാർ ടൈഗർ റിസർവിൽ പല പ്രൊട്ടക്ഷൻ ഡ്യൂട്ടികളിലും ഇപ്പോൾ ബോട്ടിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പല സ്ഥലത്തായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ വരുമ്പോൾ നമ്മൾ ഒന്നിച്ചൊത്തുകൂടി ആ സമയത്ത് കൂടുന്നൊരു ടീമാണ്. ആ സൂൺ ആസ് പോസിബിൾ നമ്മൾ എത്രയും പെട്ടെന്ന് ടീമിന് ഒത്തുകൂടുന്നു. അതുപോലെ തന്നെ ബാക്കി ആക്ടിവിറ്റികളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നു. റെസ്ക്യൂ ഓപ്പറേഷൻസ് ആണെങ്കിൽ അതെല്ലാം ചെയ്ത് മടങ്ങി അതാത് ഡ്യൂട്ടി സ്ഥലത്തേക്ക് തന്നെ പോകുന്ന ഒരു ടീമാണ് ശരിക്കും. ഈ PRTയുടെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മളിന്ന് ഇൻവോൾവ് ചെയ്യിപ്പിച്ചത് നമ്മുടെ തേക്കടിയിലുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള വൈപ്പർ ടീമിനെയാണ്. അപ്പോൾ വൈപ്പർ ടീം നമുക്ക് എല്ലാവർക്കും അറിയാം, ദേ ആർ ഹൈലി ട്രെയിൻഡ് പ്രൊഫഷണൽസ് ആണ്. സോ നമ്മുടെ പല ഓപ്പറേഷൻസിലും ഇവർ നമ്മുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി വൈപ്പർ ടീമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫസ്റ്റ് ഹാൻഡ് നമ്മുടെ ഇവരും വനംവകുപ്പിൻ്റെ ഒരു അപ്പർ ഹാൻഡാണ്, ട്രെയിൻഡ് ഒരു ആമാണ് ഈ വൈപ്പർ ടീം എന്ന് പറയുന്നത്. സോ നോർമലി നമ്മളൊരു ഫീൽഡിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ സ്റ്റാഫിന് ഒരു സപ്പോർട്ടിങ് എലമെൻ്റ് ആയിട്ടാണ് ഇവർ വരുന്നത്. ബേസിക്കലി നമ്മുടെ സ്റ്റാഫിന് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് ഇവർ കോറായിട്ട് ഈ ഡ്രൈവിംഗ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പറയുന്ന പോലെ കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റിൽ ഇവർ ഹൈലി ട്രെയിൻഡ് ആയതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ അവർക്ക് നല്ലോണം പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരെ നമ്മൾ ഈ PRTയുടെ ട്രെയിനിങ്ങിനായിട്ട് ചൂസ് ചെയ്തത്. ബേസിക്കലി അവർ എല്ലാ രീതിയിലും ഹൈലി എക്യുപ്ഡ് ആണ്. സോ അതുമാത്രമല്ല, നമ്മുടെ സൊസൈറ്റിയിൽ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഇവരെ കൊണ്ട് ഒരുപാട് സാധിക്കും. കാരണം അലോങ് വിത്ത് നമ്മുടെ ഈ RRT ടീം അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫോറസ്റ്റ് ടീമിൻ്റെ കൂടെ ഇത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽസ് വരുമ്പോൾ ജനങ്ങൾക്ക് ഒരു വിശ്വാസമാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗ്രാമ്പിയിലുള്ള ഒരു ടൈഗർ ഓപ്പറേഷൻ നമുക്കറിയാം, അതിലും നമ്മളെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത ഒരു വലിയൊരു ഘടകം തന്നെയാണ് നമ്മുടെ വൈപ്പർ ടീം എന്ന് പറയുന്നത്. സോ ഇപ്പോൾ അവരെ കൊണ്ട് നമ്മൾ ഏകദേശം ഇന്നത്തെ നമ്മുടെ ഒരു പ്രാഥമിക പ്രിലിമിനറി ഒരു എയ്ഡ് നമ്മൾ കൊടുത്തു. നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ ഇനിയുള്ള PRTസിനെല്ലാം സംഘടിപ്പിച്ച് ഇവരുടെ ഒരു മോണിറ്ററിങ്ങിൽ തന്നെ മറ്റ് ഏജൻസീസിൻ്റെ സപ്പോർട്ടോടു കൂടി നമ്മൾ ഫർദർ ട്രെയിനിങ് കൊടുത്ത് എല്ലാ ജനങ്ങളെയും എക്വിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഘടക നിലയിൽ വൈപ്പർ ടീം ഇസ് എ വെരി സക്സസ്ഫുൾ ടീം. നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഇന്നത്തെ ഇവൻറ്റും ഹൈലി സക്സസ്ഫുൾ തന്നെയായിരുന്നു. നല്ല ഫീഡ്ബാക്ക് തന്നെയാണ് നമുക്ക് ആൾക്കാരിൽ നിന്ന് കിട്ടിയതെല്ലാം. സോ എന്തായാലും ഇതുപോലൊരു ടീം നമ്മുടെ കൂടെ ഉള്ളത് അല്ലെങ്കിൽ വനവകുപ്പിന് ഒരു വലിയൊരു അസറ്റ് തന്നെയാണ്. ഒരാൾ അപകടത്തിൽപ്പെട്ടാൽ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തുണ്ടാകുന്ന പലവിധ കാട്ടുമൃഗങ്ങളുടെ ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഒരാളിനെ രക്ഷപ്പെടുത്താനും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും നമുക്ക് എങ്ങനെ കഴിയും എന്നുള്ളത് നമ്മൾ ഇതുകൊണ്ട് പഠിപ്പിക്കുകയാണ്. എല്ലാ പഞ്ചായത്ത് തലത്തിൽ ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും. അപകടങ്ങളിൽപ്പെടുന്നവർ, ഒരു വണ്ടി അപകടമാകട്ടെ, അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളിൽ നിന്നുള്ള അപകടമാകട്ടെ, അല്ലെങ്കിൽ ഒരാൾ വെള്ളത്തിൽ വീണാലാകട്ടെ, ഇതൊക്കെ എങ്ങനെ നമുക്ക് ആളിനെ രക്ഷിക്കാൻ, നമുക്ക് അപകടത്തിൽപ്പെടുന്ന ആൾക്കാരെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇത്തരം പരിപാടികൾ കൊണ്ട് നമുക്ക് ധരിപ്പിക്കാൻ പറ്റും. അതിന് ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ച് വനം വകുപ്പിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.